അസ്സലാമു അലൈക്കും. പണിയെല്ലാം തീർത്ത് വെറുതെ അടുക്കളയിൽ ചുറ്റിപ്പറ്റി നിന്നപ്പോഴാണ് ഷെഹർബാനെക്കുറിച്ച് റസിയ ഓർത്തത്. അവളോട് ഇതുവരെ ഒന്നും മിണ്ടിയിട്ട് കൂടി ഇല്ലല്ലോ. ആ കൊച്ച് തനിക്ക് ജാടയാണെന്ന് കരുതിയിട്ടുണ്ടാവോ? ഇഷാം നേരത്തെ പുറത്തു പോവാണെന്ന് ഉമ്മയോട് പറയുന്നത് കേട്ടായിരുന്നു. അപ്പോൾ ഷെഹർബാൻ എവിടെ? തനിച്ചായിരിക്കില്ലേ? ഒന്ന് പോയി സംസാരിച്ചാലോ? അല്ലെങ്കിൽ അവളെ എന്നെക്കുറിച്ച് എന്താ വിചാരിക്കുക? റസിയ ഇഷാമിൻ്റെ മുറിയിലേക്ക് നടന്നു. ഒന്ന് രണ്ട് തവണ ഡോറിൽ മുട്ടിയിട്ടും തുറന്നില്ല. ബാത്റൂമിലായിരിക്കോ? സംശയത്തോടെ അവൾ ഡോറിൻ്റെ ലോക്ക് പിടിച്ചു തിരിച്ചതും ഡോർ തുറന്നു. ആരോടെ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഷെഹർബാൻ്റെ മുഖം റസിയയെ കണ്ട് മങ്ങി. സോറി കേട്ടോ, ഞാൻ വന്നത് മുഷിച്ചിലായോ ഇത്ത? അവിടെ ചുമ്മാ ഇരുന്നപ്പോഴാണ് ഓർത്തത് ഇത്താനോടൊന്ന് മിണ്ടിയത് കൂടെ ഇല്ലല്ലോ എന്ന് റസിയ പുഞ്ചിരിയോടെ പറഞ്ഞു. ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ ആയതുകൊണ്ട് റസിയ ബാനുവിനെ ഇത്ത എന്നാണ് വിളിച്ചത്. പ്രായം കൊണ്ട് മൂത്തത് ബാനു തന്നെയാണ്. അവളുടെ ഇത്ത എന്ന് വിളി കേട്ടതും ബാനുവിന് ദേഷ്യം വന്നിരുന്നു. വരുത്തി തീർത്തത് ചിരിയോടെ ബാനു എഴുന്നേറ്റിരുന്നു. റസിയ അങ്ങോട്ട് വന്നത് അവൾക്കൊട്ടും ഇഷ്ടമായിരുന്നില്ല. അവളുടെ ഉമ്മയും അവളും മാത്രമുള്ള കൊച്ചു ലോകമാണ് അവൾക്കെന്നും ഇഷ്ടം. ഇപ്പോൾ പാതിയായി ഇഷാമിനെയും. ഞാനേ എൻ്റെ ഫ്രണ്ടിനോട് സംസാരിച്ചിരിക്കുകയായിരുന്നു. നമുക്ക് പിന്നെ സംസാരിച്ചാൽ മതിയോ? ബാനു റസിയയെ ഒഴിവാക്കാൻ ധൃതി കാണിച്ചു. ആയിക്കോട്ടെ, ഫ്രണ്ടിനോട് സംസാരിച്ച് കഴിയുമ്പോൾ ഇത്ത പുറത്തേക്ക് വാട്ടോ, ഞാൻ അവിടെ ഉണ്ടാവും. റസിയ ചിരിയോടെ തന്നെ തിരിഞ്ഞു നടന്നു. ഡോ, ഒന്ന് നിന്നേ. ബാനു വിളിച്ചതും റസിയ മുഖം ചിരിച്ചു. എന്താ ഇത്ത? പിന്നെ താൻ എന്നെ ബുദ്ധിമുട്ട് ഇത്ത എന്ന് വിളിക്കണമെന്നില്ല, ബാനു എന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. അതിന് മറുപടിയായി റസിയ ചിരിയോടെ തല എനിക്ക്. ശല്യങ്ങൾ മനുഷ്യന് സ്വസ്ഥത തരില്ലെന്ന് വെച്ചാൽ ഇത്താത്തയാണത്ര. റസിയോടുള്ള അമർഷം മുഴുവനും തലയണ നെരിച്ചു തീർത്തു അവൾ. അവൾക്ക് തന്നോട് മിണ്ടാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഒഴിവാക്കി വിട്ടതാണെന്ന് പാവം റസിയയ്ക്ക് മനസ്സിലായില്ല. അല്ലെങ്കിലും കള്ളവും ചതിയും ഒന്നും പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവൊന്നും റസിയയ്ക്കില്ലല്ലോ. അത് തന്നെയാണ് അവളുടെ ഏറ്റവും വലിയ പോരായ്മയും. അവൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ തന്നെയാണ് അതിന് കാരണം. കർശനമായ നിയന്ത്രണത്തിലും അച്ചടക്കത്തിലുമാണ് ചെറുകുന്നത്ത് വീട്ടിൽ അവൾ വളർന്നത്. വീട്ടിനകത്ത് പോലും ശബ്ദമൊന്ന് ഉയർന്നാൽ പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് ഉമ്മ കൈ നുള്ളിപ്പൊളിക്കും. സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതും എളാപ്പ കാസിമാണ്. ആൺകുട്ടികളുടെ മുഖത്ത് പോലും നോക്കരുതെന്ന് ഓർമ്മിപ്പിക്കുന്നതിനാൽ അവൾ എല്ലാവരിൽ നിന്നും ഉൾവലിഞ്ഞു നിൽക്കും. അതുകൊണ്ട് തന്നെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം മിണ്ടാപ്പൂച്ച എന്ന് വിളിച്ച് അവളെ കളിയാക്കാറുണ്ടായിരുന്നു. ഉച്ചയായപ്പോഴേക്കും ഷെഹർബാനിൻ്റെ ഉമ്മയും അവളുടെ കുടുംബക്കാരും വീട്ടിലെത്തി. ലാളിച്ചും കൊഞ്ചിച്ചും വളർത്തിയ ആകെയുള്ളൊരു മോളെ ഒരു ദിവസം പിരിഞ്ഞിരിക്കേണ്ടി വന്നതിനുള്ള വിഷമം കൊണ്ടാവും അവളുടെ ഉമ്മച്ചി അവളെ കണ്ടതും മെഴുന്നേരോടെ അവളെ പുണർന്നു. എന്തിനോ? റസിയ പുറത്തേക്ക് നോക്കി. തൻ്റെ ഉപ്പയും ഉമ്മയും ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടാവുമോ? അവരെ കാണാൻ ഉള്ളം തുടിച്ച് തുടങ്ങി. നിമിഷങ്ങൾക്ക് പോലും മണിക്കൂറുകളുടെ ദൈർഘ്യമുള്ളതുപോലെ. റസിയ! മുകളിൽ നിന്നും നിസാമിൻ്റെ ഉച്ചത്തിലുള്ള വിളി കേട്ടതും മിഴികൾ പിൻവലിച്ച് അവളുടെ കാൽപാദം അവിടേക്ക് ചലിച്ചു. നീ എന്ത് നോക്കി നിൽക്കാടെ അവിടെ പുല്ലേ? നിസാമിൻ്റെ ചോദ്യത്തിൽ അവൾ പകച്ചുപോയി. നീ അവരോടൊക്കെ സംസാരിക്കുകയായിരുന്നോ? നിന്റെ കഥകളെല്ലാം പറഞ്ഞു നീ അവരോട്? അവൻ അവളെ നോക്കി പല്ലുറുമ്പി. നീ ഈ വീട്ടിൽ എന്നോടും ഉമ്മയോടും ഉപ്പയോടും അല്ലാതെ ഒരാളോട് നീ സംസാരിക്കില്ല കേട്ടോ, അവൻ തീർത്ത് പറഞ്ഞു. റസിയ ഒരു മരവിപ്പോടെ അവനെ നോക്കി നിന്നു. ഞങ്ങൾക്ക് മാത്രമേ അറിയൂ നീ മറ്റൊരുത്തൻ്റെ എച്ചിലാണെന്ന്. ഇനി നിന്റെ നാവിൽ നിന്ന് വീണ് മറ്റാരെങ്കിലും ഇക്കാര്യം അറിഞ്ഞാലുണ്ടല്ലോ, കൊന്ന് തള്ളു നിന്നെ, കേട്ടോടി? വല്ലാത്തൊരു ഭാവത്തോടെ പറഞ്ഞവൻ അവളെ ഭിത്തിയോട് ചേർത്ത് നിർത്തി. അവൻ്റെ കൈ അവളുടെ കഴുത്തിനെ മുറുക്കി. റസിയ ശ്വാസം കിട്ടാതെ ഒന്ന് പിടഞ്ഞു. അവനെ തന്നെ കൊണ്ടാവും പോലെ തള്ളി മാറ്റാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു അവൾ. അവളുടെ വേദന കണ്ട് അവൻ ആസ്വദിക്കുകയായിരുന്നു. അവളോടുള്ള പകയാൽ അവൻ്റെ കണ്ണുകളിൽ അഗ്നി ആളിക്കത്തി. നിസാം കൈവിട്ടതും അവൾ കഴുത്തിൽ ഒഴിഞ്ഞുകൊണ്ട് ചുമച്ച് ശ്വാസഗതി നേരെയാക്കാൻ ശ്രമിച്ചു. അവരെ പുറത്തു പോകും വരെ നീ പുറത്തേക്ക് ഇറങ്ങിയത്, കേട്ടോടി? ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞ് ഡോർ ശക്തമായി വലിച്ചടിച്ച് നിസാം പുറത്തേക്ക് പോയി. ആ ഡോർ തൻ്റെ മുന്നിൽ ശക്തമായി അടയുന്ന ശബ്ദം കേട്ടതും അവളുടെ ദേഹമൊന്ന് വിറച്ചു. പിന്നെ ഇരു കാതുകളും പൊത്തിക്കൊണ്ടവൾ ചുമരിനോട് ചാരി നിന്നു. എത്ര നേരം അങ്ങനെ നിന്നുവെന്ന് അറിയില്ല. ഈ വീട്ടിൽ പോലും തനിക്ക് സംസാരിക്കാൻ പാടില്ലെന്നോ? ഒരു രണ്ടാം കെട്ടുകാരി ആയതുകൊണ്ട് എന്തൊക്കെ സഹിക്കണം ഞാൻ? അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി.
തൻ്റെ വീട്ടുകാർ വന്നിട്ടുണ്ടെന്ന് നിസാമിൻ്റെ പെങ്ങൾ ഹിബ വന്ന് പറഞ്ഞപ്പോൾ തെല്ലൊന്നുമല്ല റസിയ സന്തോഷിച്ചത്. തീർത്തും അറിയാത്തൊരിടത്ത് വന്നുപെട്ട ഒരു കൊച്ചുകുഞ്ഞ് തൻ്റെ മാതാപിതാക്കളെ കാണുമ്പോൾ ഒരുപാട് സന്തോഷിക്കില്ലേ? അതുപോലെയായിരുന്നു റസിയയുടെ അവസ്ഥ. ഈ ഒരു ദിവസം കൊണ്ട് താൻ അനുഭവിച്ച നോവ് അവരോട് വിളിച്ചു പറയാൻ ഉള്ള വെപ്രാളം കാണിച്ചു. റൂമിൽ നിന്നിറങ്ങിയതും കണ്ടു തൻ്റെ നേർക്ക് നടന്നു വരുന്ന ഉമ്മയെയും മേമയെയും. ബാപ്പയും എളാപ്പയും നിസാമിൻ്റെ ഉപ്പയോട് സംസാരിക്കുന്ന സ്വരവും കേൾക്കുന്നുണ്ട്. അതുവരെ പിടിച്ചു വെച്ച കണ്ണീരെല്ലാം അണപൊട്ടി ഒഴുകി തുടങ്ങി. പെറ്റുമ്മയുടെ മാറിൽ വീണ് തൻ്റെ സങ്കടങ്ങൾ പിഴുതൊഴിക്കാൻ തോന്നി. റസിയ, നീ വീട്ടിലെ പോലെ തന്നെയാണോ ഇവിടെയും? റൂമിൽ കയറി എപ്പോഴും കഥകടച്ചിരിപ്പാണോ? എനിക്ക് താഴെ വന്ന് അവരോടൊക്കെ നീ മിണ്ടിയും പറഞ്ഞു നിന്നൂടെ? വന്നു കയറിയ വീടാണെന്നും നീ മറക്കണ്ട. മേമയുടെ കൂർപ്പിച്ചുള്ള സംസാരം കേട്ടതും റസിയ അവരെ ഉറ്റുനോക്കി. അവൾക്ക് അവരോട് എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് അറിയില്ല. ഉമ്മയുടെ മുഖത്താണെങ്കിൽ നിറഞ്ഞ സന്തോഷവും ഉമ്മയുടെ ആകെയുള്ളൊരു സങ്കടം. ഞാൻ മൊഴി ചൊല്ലിയ പെണ്ണായി വീട്ടിലിരിക്കുന്നതായിരുന്നല്ലോ. എന്നെ കൈപ്പിടിച്ച് കൊടുത്തതിൻ്റെ ആശ്വാസത്തിലായിരിക്കും പാവം അവരുടെ ഒന്നും സന്തോഷം. വീണ്ടും ഞാൻ കെടുത്താൻ തോന്നുന്നില്ല. എങ്കിലും എത്രയാണെന്ന് വെച്ചാൽ നിസാമിൻ്റെ ഉപദ്രവം സഹിക്കുന്നത്? പറയണം, എനിക്കെല്ലാം പറയണം. എന്താ റസിയ നീ ഒന്നും മിണ്ടാത്തതേ? ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറ, ഉമ്മ കേൾക്കട്ടെ. സഫിയ അവളുടെ താടയിൽ പിടിച്ചു നിർത്തി ചിരിയോടെ ചോദിച്ചു. ഉമ്മ, ഞാനും വരുവാ വീട്ടിലേക്ക്. എനിക്കിവിടെ പറ്റുന്നില്ല ഉമ്മ. റസിയ തേങ്ങിക്കൊണ്ട് ഉമ്മയുടെ തോളിലേക്ക് ചാഞ്ഞു. അരുതാത്തതെന്തോ കേട്ടതുപോലെ ഉമ്മയുടെ മുഖത്തൊരു ഞെട്ടൽ. എന്താ റസിയ നീ പറയണത്? വല്ല ബോധമുണ്ടോ? ഈ എന്താ കൊച്ചുകുട്ടിയാ? അത് പറയുമ്പോൾ ഉമ്മയുടെ മുഖം മാറിയിരുന്നു. അയാൾക്ക് എന്നെ ഇഷ്ടമല്ല ഉമ്മ. ഒരു രണ്ടാം കെട്ടുകാരിയായി എന്നെ ഒരിക്കലും സ്നേഹിക്കാൻ അയാൾക്ക് കഴിയൂല. ഞാനും വരുന്നുണ്ട് നിങ്ങളെ കൂടെ. എനിക്കിവിടെ നിൽക്കണ്ട. അവൾ ഒഴുകിയിറങ്ങുന്ന മിഴിനീരിനെ തുടച്ചുകൊണ്ട് പറഞ്ഞു. ഇതെല്ലാം മോളെ അടവാണിത്താത്ത. വെറുതെ ഓരോന്നും പറഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കാൻ. മേമ ഉമ്മാനെ എരിവി കയറ്റിക്കൊണ്ടിരുന്നു. എന്താടി നീ പറഞ്ഞത്? ഞങ്ങളെ നോവ് തേച്ചിച്ചത് മതിയായില്ലേടി നിനക്ക്? നീ ആ മനുഷ്യനെ നോക്കി. ഇന്നലെ അദ്ദേഹം മനസ്സമാധാനത്തോടെ ഒന്ന് ഉറങ്ങുന്നത്. ഇത്രമാത്രം വേദനിപ്പിക്കാൻ എന്ത് തെറ്റാണ് ഞങ്ങൾ നിന്നോട് ചെയ്തത്? നിന്നെ 20 വയസ്സ് വരെ പൊന്നും പോലെ നോക്കി വളർത്തിയതോ? ഉപ്പാനെ ചൂണ്ടിക്കാണിച്ച് പറയുന്നതിനോടൊപ്പം ഉമ്മയുടെ നഖങ്ങൾ തൻ്റെ കൈത്തണ്ടയിൽ മുറുകി. റസിയ അത്രമേൽ ദയനീയമായി ഉമ്മയെ നോക്കി. വേണ്ടുമ്മ, ഇവിടെ എന്നെ നിർത്തിയത്. നിസാം എന്നെ ഉപദ്രവിക്കും. എനിക്ക് പേടിയാണ്. അയാൾക്ക് എന്നെ ഇഷ്ടമല്ല ഉമ്മ. അയാളൊരു ക്രൂരനാണ്. ഉമ്മയോട് കേഴുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദേ പെണ്ണെ, എന്നെ ദേഷ്യം പിടിപ്പിക്കരുതട്ടോ. ആണുങ്ങളായാലേ ചിലപ്പോൾ ദേഷ്യപ്പെട്ടെന്ന് തല്ലിയെന്നൊക്കെ വരും. അതെല്ലാം സഹിച്ച് അവരെ സ്നേഹത്തിലൂടെ മാറ്റിയെടുക്കുന്നിടത്താണ് ഒരു പെണ്ണിനെ മിടുക്ക്. നീ ഞങ്ങളെ കൂടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? മര്യാദയ്ക്ക് ഇവിടെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ നോക്ക്. സാധാരണ മൊഴി ചൊല്ലിയ സ്ത്രീകൾക്കെല്ലാം രണ്ടാം കെട്ടിൽ കിട്ടുന്നത് വയസ്സന്മാരെയോ വികലാംഗരെയോ അല്ലെങ്കിൽ കെട്ടി പിള്ളേരും പ്രാരാബ്ദമുള്ളവരൊക്കെ തന്നെയാണ്. പഠിച്ചോനേറ്റ നിസാമിനെ നമ്മുടെ മുന്നിൽ എത്തിച്ചത്. നീ പറയുന്നത് പോലെ അത്ര ദുഷ്ടനാണെന്ന് നിസാമെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല. ഓരോ കുറ്റങ്ങളുണ്ടാക്കി വീണ്ടും ബാപ്പാൻ്റെ സ്വസ്ഥത കളയാൻ നിൽക്കരുത് നീ. ജീവിതമാകുമ്പോഴേ ചില പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവും. അവനെന്ന് ദേഷ്യപ്പെട്ടെന്ന് കരുതി പിറ്റേന്ന് നീ കെട്ടും കിടക്കയെടുത്ത് വീട്ടിലേക്ക് വന്ന നാട്ടുകാരെന്ത് പറയുമെന്ന് അറിയോ നിനക്ക്? മൻസൂറേ, നിന്നെ ഇട്ടിട്ട് പോയത് നിൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് പറഞ്ഞ് കളിയാക്കും ആളുകളും. പിന്നെ നിൻ്റെ അനിയത്തിയെ നല്ലൊരുത്തൻ്റെ കൂടെ കൈപ്പിടിച്ച് കൊടുക്കാൻ കഴിയുമോ ഞങ്ങൾക്ക്? ഉമ്മാൻ്റെ കൈക്കുള്ളിൽ കിടന്ന് ഞെരിയുന്ന കൈത്തണ്ടയേക്കാൾ വേദന അവരുടെ നാവിൽ നിന്ന് ഊർന്നു വീഴുന്ന വാക്കുകൾ തൻ്റെ ഹൃദയത്തിൽ തറക്കുമ്പോഴാണെന്ന് അവൾക്ക് തോന്നി. പെട്ടെന്ന് ഞാൻ ഒറ്റപ്പെട്ടതുപോലെ, തന്നെ മനസ്സിലാക്കാൻ ആരുമില്ലാത്തതുപോലെ റസിയക്ക് ഉറക്കെ ഒന്ന് പൊട്ടിക്കരയാനാണ് അപ്പോൾ തോന്നിയത്. ദേഹം മുഴുവനും മരിവിച്ചതുപോലെ. ഉമ്മ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? ഒത്തിരി നേരമായോ നിങ്ങൾ വന്നിട്ട്? അവിടേക്ക് കയറി വന്ന തൻ്റെ ഉമ്മയോട് ചിരിയോടെ വിശേഷം തിരക്കുന്ന നിസാമിനെ റസിയ കണ്ണെടുക്കാതെ തുറച്ചു നോക്കി. തൻ്റെ അരികിൽ നിൽക്കുന്നത് നിസാം തന്നെയല്ലേ? റസിയയ്ക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു മാത്ര താനിപ്പോൾ സ്വപ്നം കാണുകയാണോ എന്ന് സംശയിച്ചു പോയി. സുഖാണ് മോനെ, ഇതാ ഇപ്പം എത്തിയതേ ഉള്ളൂ. അവനോട് മുഖത്തെ പതർച്ച മറച്ചു വെച്ച് പറയുന്നതിനോടൊപ്പം അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. തട്ടത്തിനിടയിൽ കൂടി അവളുടെ മുതുകിൽ ഒന്ന് പിച്ചി വലിച്ചിരുന്നു സഫിയ. റസി, ഇങ്ങനെ ഇവരെ വന്ന കാലിൽ നിർത്താതെ ഇരിക്കാൻ പറ. എന്നിട്ട് അവർക്കെന്തെങ്കിലും കുടിക്കാൻ കൊടുക്കുമോളെ. നിസാം റസിയയുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. ഓന്ത് പോലും ഇത്ര പെട്ടെന്ന് നിറം മാറില്ലെന്ന് തോന്നി റസിയക്ക്. നിസാമിൻ്റെ കാബഡി നിറഞ്ഞ അഭിനയം അവൾ അതിശയത്തോടെ നോക്കി. കേട്ടോ ഉമ്മ, റസിയ ഇന്നലെ വന്നപ്പോൾ തൊട്ടുള്ള കരച്ചില. നിങ്ങളെ വിട്ടു നിൽക്കുന്നതിൻ്റെ ആവുമല്ലേ?
അവളുടെ നിറഞ്ഞ കണ്ണ് തുടച്ചു കൊടുത്ത നിസാം റസിയക്ക് അവൻ്റെ കൈ തട്ടി മാറ്റാനാണ് തോന്നിയത്. പക്ഷേ എന്തിനാ ഈ തൻ്റെ വീട്ടുകാരുടെ മുന്നിൽ വെച്ചുള്ള അഭിനയം? ശരിക്കും നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? അവൾ അവനെ തന്നെ ഉറ്റുനോക്കി. എന്നാൽ നിങ്ങൾ സംസാരിക്കട്ടോ, ഞാൻ ഉപ്പയോടൊന്ന് പോയി മിണ്ടട്ടെ. അതും പറഞ്ഞ് നിസാം റസിയയുടെ ഉപ്പാൻ്റെ അടുത്തേക്ക് പോയതും സെഫി അവളെ ഡോറിൻ്റെ മറവിലേക്ക് വലിച്ചു നിർത്തി. ഡേ, തങ്കം പോലത്തെ ആ ചെറുക്കനെ കുറിച്ച് ഈ എന്തൊക്കെയാ പറഞ്ഞത്? ഉമ്മയുടെ ചോദ്യത്തിന് മറുപടിയൊന്നും പറയാതെ നോക്കി നിന്നതേയുള്ളൂ അവൾ. താൻ ഇനി എന്തു പറഞ്ഞാലും ഉമ്മ വിശ്വസിക്കില്ല. അവൾ ഇപ്പോഴും മറ്റവനെ നെഞ്ചിൽ കൊണ്ട് നടക്കുന്നുണ്ടോ? നിസാമിനെ അവൾക്ക് മോശമായിട്ട് തോന്നിയത്. മേമയാണ് ഇത് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായല്ലോ അല്ലേ? വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീടാണ് പെണ്ണിൻ്റെ സ്വന്തം വീട്. അവൻ്റെ കൂടെയാണ് നീ നിൽക്കേണ്ടത്. എന്ത് പ്രശ്നം ഉണ്ടായാലും ഊതി വീർപ്പിച്ചേ നാലാൾ അറിയിക്കാതെ അത് പരിഹരിച്ചോളണം. ഒരു പെണ്ണ് വിചാരിച്ചാൽ മാറ്റിയെടുക്കാൻ കഴിയാത്ത ആണൊന്നും ഈ ഭൂമിയിലില്ല. ഉമ്മയുടെ ശബ്ദം കനത്തു. ഇനി ഉപ്പാൻ്റെ അടുത്ത് ചെന്ന് പൂങ്കണ്ണീർ കാണിക്കാൻ കരുതണ്ട. ഉപ്പയും ഇതൊക്കെ തന്നെ പറയൂ. മര്യാദക്ക് ആ കണ്ണു തുടക്ക്. ശരിയാണ്, ഉപ്പയും ഇതൊക്കെ തന്നെ പറയും. വളർത്തി വലുതാക്കിയ 20 വർഷത്തിൻ്റെ കണക്കും പെണ്ണായതുകൊണ്ട് സഹിക്കാനും ക്ഷമിക്കാനും അവരോടൊന്നും എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. തൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ ആർക്കും കഴിയില്ല. അവൾ തട്ടത്തിൻ്റെ തുമ്പാൽ മിഴികൾ അമർത്തി തുടച്ചു. വേണ്ട, ആരോടും ഇനി പറയുന്നില്ല. മകളുടെ വിവാഹം കഴിഞ്ഞെന്ന് കരുതി അവരെങ്കിലും സന്തോഷിക്കട്ടെ. ഷിബിലി ഷോപ്പിൽ നിന്നിറങ്ങാൻ കുറച്ചു നേരം വൈകിയിരുന്നു. കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങിക്കാണോ എന്ന ചിന്തയോടെയാണ് അവൻ അകത്തേക്ക് കയറിയത്. എന്നും അവൻ ഉറങ്ങും മുമ്പേ എത്താൻ ശ്രമിക്കാറുണ്ട്. അവൻ ഇന്ന് ഷോപ്പിലേക്ക് സ്റ്റോക്ക് വരുന്ന ദിവസമായതുകൊണ്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ നിന്നതാണ്. ഉമ്മ, മോളൂട്ടി എവിടെ? അവൻ ഉമ്മയുടെ മുറിയിലേക്ക് ചെന്ന് ചോദിച്ചു. മോളൂട്ടി സാബിയുടെ അടുത്തുണ്ട് മോനെ. ഉമ്മ അവനെ കണ്ടതും എണീറ്റു. നിനക്ക് കഴിക്കാനെടുക്കട്ടെ? വേണ്ടുമ്മ, ഞാൻ കഴിച്ചതാ. ഉമ്മ കിടന്നോളൂ. ഡോർ ചാരി വെച്ചവൻ എത്തിയുടെ റൂമിന് നേരെ നടന്നു. ഇത്താ, കുഞ്ഞുറങ്ങിയോ? അവൻ സാബിയുടെ മുറിയുടെ ഡോറിൽ തട്ടി ചോദിച്ചു. ഇതുവരെയും നിന്നെ ചോദിച്ച് വാശി പിടിക്കായിരുന്നു. ഇപ്പോൾ ഉറങ്ങിയതേ ഉള്ളൂ. അവൾക്ക് ചെറിയ പനിച്ചൂടുണ്ടെന്ന് തോന്നുന്നു. വാശി പിടിച്ച് കരച്ചിലായിരുന്നു. ഇത്ത ഡോർ തുറന്നതും അവൻ അകത്തേക്ക് കയറി. ശാന്തമായി ഉറങ്ങുന്ന കുഞ്ഞിപ്പെണ്ണിൻ്റെ നെറ്റിയിലൊന്ന് കൈവച്ച് നോക്കി. ചെറിയ പനിയുണ്ട്. നാളെ രാവിലെ ഡോക്ടറെ കാണിക്കാം. അവൻ കുഞ്ഞിനെ പതിയെ എടുത്ത് തോളിൽ കിടത്തി. അത് അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ ഷിബി. ഇത്ത പറയുന്നുണ്ടെങ്കിലും അവൻ കേട്ടതായി ഭാവിക്കാതെ അവൻ്റെ റൂമിലേക്ക് നടന്നു. കുഞ്ഞില്ലാതെ തനിക്ക് ഉറങ്ങാൻ കഴിയില്ല. അവളെ ഉമ്മ തന്നെ ഏൽപ്പിച്ചു പോയതിൽ പിന്നെ അവളെ പിരിഞ്ഞ് ഷിബിലിയുടെ ഒരു രാത്രിയും ഉണ്ടായിട്ടില്ല. അവളുടെ ഉറക്കത്തിന് ശല്യമാകാതെ പതിയെ ബെഡിൽ കിടത്തി. പിന്നെ ആ മുഖത്തേക്ക് നോക്കി കുറച്ച് സമയം ഇരുന്നു. മയക്കത്തിലും തൻ്റെ ഉപ്പയുടെ സാമീപ്യം മറിഞ്ഞപ്പോൾ ഐറമോൾ മനോഹരമായി ഒന്ന് പുഞ്ചിരി തൂകി. ഈ പുഞ്ചിരി, ഇതെന്നും വേണം. ഉമ്മ മറ്റൊരു വിവാഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ ദേഷ്യപ്പെട്ട് ഒഴിഞ്ഞു മാറുന്നത് ഇതും കാരണമാണ്. വന്നു കയറുന്ന ആ പെണ്ണ് കാരണം തൻ്റെ കുഞ്ഞിൻ്റെ പുഞ്ചിരി മായുമോ എന്ന് ഭയന്ന് ഷിബിയുടെ മുഖം ആ നിമിഷം തന്നെ ചുവരിൽ പതിപ്പിച്ച ദച്ചുവിൻ്റെ ഫോട്ടോയിലെത്തി. ബെഡിൻ്റെ തെല്ലിൽ ഒരു തലയണെടുത്ത് വെച്ച് അവൻ്റെ കാലുകൾ ദച്ചുവിൻ്റെ അരികിലേക്ക് ചലിച്ചു. എന്നും അവളോട് പറയാൻ ഒത്തിരി വിശേഷങ്ങൾ കൂട്ടിവെച്ചിരുന്നു അവൻ. ഇന്നും അത് പറയാനായി അവൻ തുടങ്ങി. വീട്ടുകാർ വന്ന് പോയതിൽ പിന്നെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു റസിയ. ആരും തന്നെ മനസ്സിലാക്കാനില്ലാത്തതുപോലെ. പണ്ട് തൻ്റെ കയ്യിൽ ഒരു ചെറിയ മുറിവുണ്ടായാൽ പോലും വിഷമിച്ചിരുന്ന പെറ്റുമ്മ പോലും ഇന്ന് നിസാം തന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ടും വിശ്വസിക്കുന്നില്ല. ഇവിടെയും നിസാമിൻ്റെ അവഗണനയ്ക്കും ദ്രോഹത്തിനും പുറമെ എല്ലാവരും തന്നോട് അകലം കാണിക്കുന്നത് പോലെ. എന്തിനോ ഉള്ളം വല്ലാതെ വിങ്ങുന്നുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിച്ച് നബീസമ്മയുടെ കൂടെ അടുക്കള ഒതുക്കി വെച്ച ശേഷമാണ് റസിയ കിടക്കാനായി ചെന്നത്. നിസാം മുറിയിൽ ഇല്ല എന്ന് കണ്ടതും അവൾക്ക് ആശ്വാസമായി. അലമാര തുറന്നൊരു ബെഡ്ഷീറ്റ് എടുത്ത് താഴെ വിരിച്ചു അവൾ. ഒന്ന് കിടക്കണം. ദേഹവും മനസ്സും ഒരുപോലെ തളർന്നിരുന്നു. കിടക്കാനായി ബെഡ്ഷീറ്റിലേക്ക് ചാഞ്ഞതും ഡോർ തുറന്ന് നിസാം അകത്തേക്ക് വന്നു. അച്ചോടാ, ഉറങ്ങാൻ പോയായിരുന്നു എൻ്റെ ഭാര്യ. അവൻ്റെ വാക്കുകളിൽ പുച്ഛം നിറഞ്ഞോ? റസിയ പിടഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. അങ്ങനെ അങ്ങ് കിടന്നാലോ? എണീക്ക് ഭാര്യയെ, ഇക്ക നിന്നെ ഒന്ന് കണ്ടോട്ടെ. അവൻ അവളുടെ മുടിക്കുത്തിൽ പിടിച്ചു വലിച്ചു. റസിയ പകച്ചു. എന്തേ, കരഞ്ഞു കാണിച്ചിട്ടൊന്നും നിന്റെ ഉമ്മ നിന്നെ കൂടെ കൊണ്ടുപോയില്ലേ? അവൻ പരിഹാസത്തോടെ ചോദിച്ചു. അവളുടെ മിഴികൾ നിറഞ്ഞു. കൊണ്ടുപോകില്ലടേ, ആരും നിന്നെ കൊണ്ടുപോകില്ല. നീ എന്ന ഭാരം എൻ്റെ തലയിൽ കെട്ടിവെച്ച ആശ്വാസത്തിലായിരിക്കും അവർ. റസിയ ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി. അപ്പോഴും അവളെ തോൽപ്പിച്ചുകൊണ്ട് കണ്ണുനീർ ഒഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു. റസിയയുടെ ചുവന്നു വീർത്ത
അവളുടെ മുഖത്തേക്ക് അവൻ്റെ മിഴികൾ എത്തി നിന്നു. ഇതുവരെ ഒരു പെണ്ണുടലിനെ അറിയാത്തവന് അവളുടെ ദേഹത്തോട് മോഹം തോന്നി. ദേഹത്തോട് മാത്രം. അവളെ നോക്കി അവൻ്റെ കണ്ണുകൾ തിളങ്ങി. ബാപ്പ പറഞ്ഞ കാര്യം അവൻ ഓർത്തു. അവളോട് എങ്ങനെയെങ്കിലും സ്നേഹം നടിച്ച് അടുത്തുകൂടി അവളുടെ ബാപ്പാൻ്റെ കയ്യിലുള്ള പണം പരമാവധി ഊറ്റിയെടുക്കാൻ നോക്കു പയ്യ. അവളെ പരമാവധി ഉപയോഗിക്കണം. ഭാര്യയായി അവളുള്ളപ്പോൾ ഈ രാത്രി എൻ്റെ കാമം തീർക്കാൻ ഞാനെന്തിന് വേറെ വഴി തേടണം? അവൻ ഓർത്തു. സാരമില്ല, എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ. ഇന്ന് നീ എൻ്റെ ഭാര്യയാണ്. ഇനി നമുക്ക് പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ച് മുന്നോട്ട് പോവാം. ഇനി നിന്നെ ഞാൻ എവിടേക്കും വിടുന്നില്ല, അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു. നിസാമിൻ്റെ മുഖഭാവം പെട്ടെന്ന് മാറിയത് കണ്ട് റസിയയിൽ അമ്പരപ്പ് നിറഞ്ഞു. സോറി മോളു, നിന്നെ വേദനിപ്പിച്ചതിന്. അവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തു നിസാം. റസിയയ്ക്ക് സ്വയം ഒന്ന് നുള്ളി നോക്കാൻ തോന്നി. ഇത് സ്വപ്നാണോ? തൊട്ടു മുമ്പ് വരെ തന്നെ പരിഹസിച്ച മനുഷ്യനെ പെട്ടെന്ന് ഭാര്യയോടുള്ള സ്നേഹം എവിടെന്ന് പൊട്ടിമുളച്ചു. അവൾക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നി. ഞാനൊന്ന് കിടന്നോട്ടേക്ക, എനിക്ക് തല വേദനിക്കുന്നുണ്ട്. റസിയ മുഖം താഴ്ത്തി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ശരി, കിടന്നോ. പക്ഷേ തറയിലല്ല കേട്ടോ. എൻ്റെ ഭാര്യ കിടക്കേണ്ടത് എൻ്റെ കൂടെയാ. ദേ ഇവിടെ. അവൻ ബെഡിലേക്ക് ചൂണ്ടി ചിരിയോടെ പറഞ്ഞു. വിരിച്ചിട്ട ബെഡിലേക്ക് അവളൊന്ന് നോക്കി. ഇന്നലെ തന്നെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല എന്ന് വിളിച്ച് പറഞ്ഞവനാണ്. തൻ്റെ കഴുത്തിൽ കൈമുറുക്കി ശ്വാസം മുട്ടിച്ചവനാണ്. അവൻ്റെ സ്നേഹപ്രകടനങ്ങൾ കാണെ അവളിൽ പല സംശയവും ഉദിച്ചു. എന്താ ഇങ്ങനെ നോക്കുന്നത്? എന്നെ പേടിയാണോ റസിയാക്കെ? പേടിയുണ്ടെങ്കിലും അവൾ ഇല്ലെന്ന് തല ചലിപ്പിച്ചു. എങ്കിൽ വന്ന് കിടക്ക്, അവൻ പറഞ്ഞതും അവൾ ബെഡിൻ്റെ അരികിൽ കയറി ഒരു അരികു പറ്റി കിടന്നു. ലൈറ്റ് ഓഫ് ചെയ്ത് നിസാം തൊട്ടടുത്ത് വന്ന് കിടന്നുറങ്ങി. അവൾക്ക് ശ്വാസം പോലും കിട്ടാത്തതുപോലെ തോന്നി. നിസാമിനെ അവൾ വല്ലാതെ ഭയപ്പെടുന്നുണ്ടായിരുന്നു. നിസാം അവളുടെ ദേഹത്തേക്ക് കൈയെടുത്ത് വച്ചതും അവളുടെ ഉടലൊന്ന് വിറച്ചിരുന്നു. ഒരു മാത്രം അവനിലെ മൃഗം തന്നെ കഴുത്ത് നിരിച്ച് കൊന്നുകളയുമോ ഈ ഇരുട്ടിലെന്ന് വരെ പേടിയുണ്ടായിരുന്നു അവൾക്ക്. റസി, നിന്നെ ഞാൻ എല്ലാ അർത്ഥത്തിലും അറിഞ്ഞോട്ടെ. അവൻ്റെ നിശ്വാസം അവളുടെ കാതിൽ പതിച്ചു. പെണ്ണുടലിൻ്റെ ചൂട് അവനെ വല്ലാതെ ഉന്മാദയാക്കിയിരുന്നു. ആ ചോദ്യം കേട്ടതും റസിയുടെ ഹൃദയമൊന്ന് പൊള്ളിപ്പിടഞ്ഞു പോയി. മഹർ അണിഞ്ഞ തൻ്റെ ഭാര്യയാണ്. അയാളുടെ അവകാശത്തെ എതിർക്കാൻ തനിക്ക് പറ്റില്ലല്ലോ. എന്നാലും ഇതിനു വേണ്ടിയായിരുന്നു ഈ അഭിനയം. അവൾ ചിന്തിക്കാതിരുന്നില്ല. സമയം നീങ്ങവേ അവളുടെ സാമീപ്യം കണ്ടറിഞ്ഞ രതിസുഖം ആസ്വദിക്കാൻ കൗതുകം തേടി അവൻ്റെ കൈ അവളുടെ ഉടലിലൂടെ ചലിച്ചുകൊണ്ടേയിരുന്നു. ഒഴുകിയിറങ്ങിയ മിഴികളെ ചേർത്തടിച്ച് മരവിച്ച ശരീരമായി അവൾ അവനെ വഴങ്ങി. ഒടുക്കം അവളിലെ ഓരോന്നിനെയും രുചിച്ചറിഞ്ഞ് കിതച്ചു തള്ളിയ ശ്വാസത്തോടെ അവൻ അകന്നു മാറി. മറുഭാഗത്തെ ചെരിഞ്ഞു കിടക്കുന്നവൻ്റെ ശ്വാസഗതി ശാന്തമായപ്പോൾ അവൻ ഉറങ്ങിയെന്ന് തോന്നി. അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന ഡ്രസ്സ് പെറുക്കി എടുത്ത് റസിയ ബാത്റൂമിലേക്ക് നടന്നു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും കമൻറ്റ് ചെയ്യണേ.